ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും നമ്മുടെ ഓർമ്മകൾ ഒരാൾ നമ്മളെ വിട്ട് പോയെങ്കിൽ എല്ലാവർക്കും വിഷമം തോന്നും അല്ലേ? നിങ്ങൾ ആരെങ്കിലും കുറിച്ച് ഓർക്കാറുണ്ടോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ സ്നേഹബന്ധനം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അതായത് അങ്ങനെ പറയുമ്പോൾ അതായത് മരിച്ചുപോയി, അതല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചു അങ്ങനെ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട് അല്ലേ. അർത്ഥം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ് ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ വേർപിരിഞ്ഞു പോയി, നമ്മുടെ ബന്ധം അവർ നമ്മളെ ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ മരിച്ചു പോയി, അങ്ങനെ പല അർത്ഥങ്ങളും വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പറയണേ, നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം, അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവർ മരിച്ചു പോയി, അവരെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. പക്ഷേ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക? പക്ഷെ അവരെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഓർമ്മകൾ ഓർക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക? വിഷമിക്കരുത്. കാരണം എന്താണ്? അവരുടെ ആത്മാവ്, മരിച്ചുപോയ ആൾക്ക് ഒരിക്കലും നമ്മൾ അവരെക്കുറിച്ച് വിഷമിക്കുകയാണെങ്കിൽ അതൊരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോഴാണ് അവർക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. കാരണം അവർ കാരണം നമ്മൾ ഇവിടെ കരയാണ് അത് അവർക്ക് ഒരുപാട് സങ്കടം വരും. ഓക്കെ, ഒരു വ്യക്തി കാരണം അങ്ങനെ മനസ്സിലാക്കുക. ആദ്യം തന്നെ ഇപ്പോൾ മരിച്ചു പോയ ആൾ മരിച്ചു പോട്ടെ, നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുക. എന്താണ് നമ്മുടെ ലൈഫ് എന്താണോ നമ്മൾ ജീവിക്കുക. മരിച്ചു പോയ ആൾ ജീവിച്ചിട്ട് ആൾ പോയല്ലോ, ഇനിയിപ്പോൾ അവർക്ക് നമ്മളോടൊന്നും പറയാനോ അവർക്കിനി ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് എന്താണോ അത് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് പ്രശ്നങ്ങളും പുതിയ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. കുറേ ആൾക്കാർ നമ്മളെ വിട്ടു പോകും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലേ? നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിൽ. ഒരു മനുഷ്യൻ ജനിക്കുന്നത് തൊട്ട് ആൾ ഒറ്റയ്ക്കാണ്. പിന്നെ പല ആൾക്കാരെ നമ്മൾ കാണും, അവരോട് സംസാരിക്കും, അവർ നമ്മളെ വിട്ടു പോകും. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കും. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ മരിക്കും. അപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതെൻ്റെ അമ്മച്ചിയാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതല്ലെങ്കിൽ ഇതെൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ ഇത് അനിയനാണ്, ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ സമയത്ത് ഇവർക്കുടെ പോലെ നമ്മൾ മരിക്കും എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ ഒറ്റയ്ക്കാണ് നമ്മൾ വന്നത്, ഒറ്റയ്ക്ക് തന്നെ പോവുകയും ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. പൂപ്പി എന്ന നായ്ക്കുട്ടിയെ പറ്റിയൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനെപ്പറ്റി